ഇവിടെ കുറേ പട്ടിക്കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അവരെ കാണാനില്ലല്ലോ. ഈ വഴി ഞാൻ ചാടാൻ നിൽക്കുന്നില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി മുമ്പേ ചാടിയപ്പോൾ ഞാൻ അതിനകത്ത് വീണു പോയതാണ്. അത് ഞാൻ ക്ലിപ്പ് ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ടില്ല ഞാൻ. ഇവിടെ ഇതുവരെ ഞാൻ വെച്ച സാപ്ലിങ് ഇതിനെ വളർന്നിട്ടില്ല, സ്വാഭാവികം. ഇനി നമുക്ക് നമ്മുടെ ചെസ്സിലോട്ട് അത് അടുക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാസൊക്കെ നമുക്കൊന്ന് മാറ്റി ഒന്ന് ടെറാഫോം ചെയ്യണം ചെറുതായിട്ട്. ഈ ഗ്രാസൊക്കെ ഇത്തിരി മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഫുൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ടായിരിക്കും ഞാൻ വെക്കാൻ വേണ്ടി. അതാകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ സൈഡാകുമ്പോൾ നൈസായിരിക്കും കാണാൻ. അപ്പുറത്തോട്ട് ചെറിയ ഐലൻഡ് ഞാൻ കാണുന്നുണ്ട് ഗൈസ്. ഇനി ബ്രെഡ് ഒന്നും ഇട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ ബ്രെഡ് മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കയ്യിലോട്ട് എടുത്തിട്ട് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊക്കെ എല്ലാം ഒന്ന് പ്ലാങ്ക് ആയിക്കോട്ടെ. ഇവിടെ മഴയും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് റെക്കോർഡിങ് വേഗം തീർക്കണമായിരിക്കും നല്ലത്. കാരണം ഇല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ഇത്തിരി ടൈം ബുദ്ധിമുട്ടാവും. റെക്കോർഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. അത്യാവശ്യം പ്ലാങ്ക് ചെയ്യാൻ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 4 സ്റ്റാക്കോളം പ്ലാങ്ക് ഇതിനകത്ത് ഇട്ടും. അത് തികഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും, ഇനി പോയി ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു സ്ഥലം ഒന്ന് ക്ലീൻ ആക്കട്ടെ. അതിന് മുമ്പ് ഇത്രയും സാധനം ഞാൻ അടുക്കി വെക്കണം ഗൈസ്. ഇതെല്ലാം ഞാൻ അടുക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെറിയ പ്ലാറ്റ്ഫോം നമുക്ക് പകുതി ഗ്രാസ് കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ആക്ച്വലായിട്ട്. ഞാൻ ആദ്യം തന്നെ ഇതൊന്ന്